ഇത്ര വലിയ തെറ്റ് നീ പറയുവാൻ എങ്ങനെ ഇടയായി? അതിനെ പബ്ലിക്കായി അമേരിക്കയിൽ ന്യൂസ് മീഡിയയിൽ കൂടെ ആദ്യം ഞാൻ അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതി മറുപടി പറയണം. അപ്പോൾ അതിന് മറുപടി 1 മാസം മറുപടി പറയുന്നില്ല. ഇത് അമേരിക്കയിൽ വെച്ച് തന്നെ ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ന്യൂയോർക്കിൽ വെച്ച് ഞാനത് റിലീസ് ചെയ്യുവാനിടയായി. ഇതുപോലെ അപ്പോഴാണ് ആയിരക്കണക്കിന് ആളുകൾ ഇമെയിലിൽ കൂടെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ബെൻഹീനിന്മേൽ ഭരിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ലെന്ന്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഷോക്കുണ്ടാവും. ബെൻഹീൻ്റെ മേലെ ആത്മാവ് ദൈവാത്മാവല്ലയോ? ഞാൻ തീർത്തു പറയുന്നു, ബെൻഹീൻ്റെ മേലുള്ള ആത്മാവ് ദൈവാത്മാവല്ല, ദുഷ്ടാത്മാവ്, വേറൊരാത്മാവ്. അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു, ഞങ്ങൾ ബെൻഹീൻ്റെ കീഴിലാണല്ലോ അഭിഷേകമൊക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ പരീക്ഷിച്ച് നോക്കണം. ദൈവാത്മാവല്ല എന്ന് പറഞ്ഞാൽ ബെൻഹീൻ്റെ ആത്മാവിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോടും വിരോധമില്ല. ബെൻഹീൻ എത്ര വലിയവൻ, ഞാനൊരു സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷികമായി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അദ്ദേഹം ഇത്ര വലിയ ജെറ്റ്, സ്വന്തം പ്രൈവറ്റ് ജെറ്റും വലിയ, എവിടെ പോയാലും ലക്ഷക്കണക്കിന്. ഇപ്പോൾ ബെൻഹീൻ ഇവിടോട്ട് വരികയാണെങ്കിൽ എറണാകുളം പട്ടണം മുഴുവൻ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടുത്തെ മേയറും ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും വരും. എന്നാൽ ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതാണ്. ബെൻഹീൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ബ്ലഡ് ഓഫ് യേശുവിൻ്റെ രക്തം എന്നുള്ളതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. താൻ ഒരു കാതറിൻ കുൾമാൻ്റെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു വലിയൊരു അഭിഷേകം ലഭിക്കാറുണ്ട്. പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ചില കൂട്ടരുമായിട്ടാണ് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഏതെങ്കിലും കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരുന്നത് ദൈവാത്മാവല്ല. കാതറിൻ കുൾമാൻ ഒരു നല്ല സഹോദരി കർത്താവിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ വേലയിൽ കൂടാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ പുള്ളിക്കാരത്തിൻ്റെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആത്മാവ് ദൈവാത്മാവല്ല, കല്ലറയിൽ വെച്ച് കിട്ടുന്നതല്ല ദൈവാത്മാവ്. വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, താൻ കാത്തോലിക് അമ്മമാരുടെ ആശ്രമത്തിൽ പോയി ഞാൻ കത്രിമേശ നടത്തിക്കൊണ്ടിരുമ്പോൾ അവിടുത്തെ മദർ സുപ്പീരിയറിൻ്റെ വായിൽ അപ്പം വെച്ചപ്പോൾ എനിക്കൊരു ഇത്ര വലിയൊരു അഭിഷേകം കിട്ടി. ഞാൻ അന്ന് മുതൽ ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ നടക്കുകയാണ്. കന്യകമറിയാമിനെ ആരാധിക്കുന്നവരുടെ ആ മദർ സുപ്പീരിയറിൻ്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തിയപ്പോൾ തൻ്റെ വായിൽ കിട്ടുന്ന അപ്പം, അന്നേരം ആത്മാവ് വന്നെങ്കിൽ അത് ദൈവാത്മാവല്ല, ദുഷ്ടാത്മാവ് തന്നെ, വേറൊരാത്മാവ് തന്നെ. ഞാൻ ആ സഹോദരനോട് പറഞ്ഞ് എഴുതി കൊടുത്തു. 1 മാസം സമയം കൊടുത്തു. ഞാൻ നിനക്ക് 1 മാസം സമയം തരുന്നു, ഇതിന് നീ മറുപടി തന്നേയില്ലേ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ വിൽ റിലീസ് ഇറ്റ് ടു ദ ഹോൾ വേൾഡ്, എല്ലാ ലോകത്തിനും ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ലെറ്റർ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. www.captainsamuel.com എന്ന് നോക്കിയാൽ ബെൻഹീന് കൊടുത്ത ലെറ്റർ അതിനകത്ത് കാണാം. അതിൻ്റെ എല്ലാ www.captainsamuel.com എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിട്ടും. ഞാൻ പറഞ്ഞത്, ഇന്ന് നാം കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പുറകെ പോയാൽ പോകുന്ന യേശു യഥാർത്ഥ യേശു അല്ല. യഥാർത്ഥ യേശു ആര് എന്നുള്ളത് ദൈവമക്കൾ ഇപ്പോൾ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ആ യഥാർത്ഥ യേശുവാണ് എല്ലാവരുടെയും ദൈവം, എല്ലാവരുടെയും പിതാവ്. അവൻ ജഡമായി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അവനിൽ പാപമൊന്നുമല്ല. അതേ ഹോളി സ്പിരിറ്റ് എഴുതിയിരിക്കുകയാണ്. ബെൻഹീൻ യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും യേശുക്രിസ്തുവും പാപം ചെയ്യുമായിരുന്നു. അങ്ങനെ ക്ലിയറായിട്ട് എഴുതി.